ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം താരമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് പാവ് ഭാജിയാണ്. അപ്പം ഞാൻ വെജിറ്റബിൾസൊക്കെ എന്താ അപ്പോൾ കോളിഫ്ലവർ ഉണ്ടല്ലോ, അതൊന്ന് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും തിളച്ച വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ആ കോളിഫ്ലവർ അതിൽ കുറച്ച് നേരം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് ആദ്യം ഒന്ന് സവാളയൊന്ന് വഴറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി എണ്ണയും ഇത്തിരി ബട്ടറും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് വഴറ്റുന്നത്. അപ്പോൾ സവാള ഇച്ചിരി ഒന്ന് വാടി വന്നുകൊണ്ടേ മട്ടറുണ്ടായിരുന്നു, മട്ടറും ഇതിൻ്റെ അകത്ത് ചേർത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കുറച്ചൊന്ന്. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഇച്ചിരി മല്ലിപ്പൊടി. ഈ പാവ് ഭാജിയൊക്കെ ആണെങ്കിൽ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൽ എനിക്കും കുഴപ്പമില്ല, അത് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേരുന്നത് കൊണ്ട് അത് നല്ലതാണല്ലേ. കഴിക്കാത്ത വെജിറ്റബിൾസ് ഇതിലിട്ടിട്ട് ചിലപ്പം ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ കുക്കറിൽ നന്നായി അങ്ങ് വേവിക്കും. ഇവന്മാർ കഷ്ണം മാറ്റി വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ വേവിച്ചെടുക്കും. അപ്പോൾ എൻ്റെ പാവ് ഭാജി മസാല തീർന്നു. അപ്പോൾ അത് ലാസ്റ്റ് ആയിരുന്നു അതുകൂടെ ഒന്ന് കുടഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ മസാലകളുടെയൊക്കെ പച്ചമണം പോയപ്പോഴത്തേക്കും ഞാനൊരു 3-4 മീഡിയം സൈസിലെ ടൊമാറ്റോ ഒന്ന് മിക്സിയിൽ ഇങ്ങനെ അരച്ചിട്ട് അതുകൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കിന് ഞാൻ കുക്കറിൽ നന്നായി അങ്ങ് ഒരു 3-4 വിസിലടിച്ചെടുത്തു. മിക്സിയിൽ ക്രഷ് ചെയ്തില്ല. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് ഒന്ന് തിളച്ച് വരട്ടിനി. പ്രൈസിന് നേരം ഞാൻ പിന്നെ ടിഫിൻ കൊടുക്കുവാനായിട്ട് രാവിലെ നന്നായിട്ട് അവൻ കഴിച്ചു. ഇവിടെ പാവ് ഭാജി, അവനത് പാവ് ഭാജി തന്നാൽ അത് മതിയെന്ന് പറയും. പക്ഷേ കറിയൊക്കെ ഇവൻ ആട്ടി കളയുമെന്നും പറഞ്ഞ് ഞാൻ പിന്നെ ബ്രെഡിൻ്റെ അകത്ത് ചീസ് വെച്ച് ബ്രെഡ് ചീസും ഒരാപ്പിളും കൊടുത്തു വിട്ടു. അതിനുശേഷം പിന്നെ കുടിക്കാനൊക്കെ വെള്ളം ചരുവത്തി ഇരുന്ന വെള്ളമൊക്കെ ക്യാനിൽ ഒഴിച്ചിട്ട് പിന്നെ കുടിക്കാനായിട്ട് പുതിയ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ മെനു ചിന്തിച്ചത് വൻപയർ അന്ന് മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നല്ലേ, അതിപ്പോൾ രാവിലെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ, ഇപ്പം എൻ്റെ ഈ ജോലികളൊക്കെ ഒന്ന് തീരുമ്പോൾ ഒന്ന് ഒതുങ്ങുമ്പോഴത്തേക്കിനും ഒരു 1/4-3/4 മണിക്കൂറത്തേക്കിനും. എന്നിട്ട് ഉണക്കമീൻ എടുത്ത് വെളിയിലോട്ട് വെച്ചായിരുന്നു. ഉണക്കമീനും വറക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം മീനെല്ലാം തീർന്നിരിക്കും, അത് ഞാൻ പറഞ്ഞല്ലേ. അപ്പം ഞാൻ ഇന്നാൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് മീനൊന്നും അങ്ങനെ ഇപ്പോൾ ഇല്ലെന്ന്. അതുകൊണ്ട് ഞങ്ങളും നോക്കാനൊന്നും പോയില്ല. റീച്ചാനിട്ട് സമയവും കിട്ടിയില്ല. മലയാളി പോകുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ പോകത്തുള്ളൂ. കാരണം മീനെ പറ്റി അധികം ഒന്നും റീച്ചാൻ അറിയത്തില്ല, നോക്കിയെടുക്കുക. അതുകൊണ്ട് ഞാനിവിടെ പോകും. അപ്പോൾ കൊച്ചിനെ വിട്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഉണക്കമീനോട് വറക്കാനായിട്ടായിരുന്നേന്ന്. കൊച്ചിനെ വിട്ടിട്ട് അതുവഴി വന്ന വഴിക്ക് മീനും വാങ്ങിച്ചുകൊണ്ട് വന്ന് എനിക്കങ്ങ് സർപ്രൈസായി. ഞാൻ അതിശയിച്ചു പോയി. മീൻ നിങ്ങൾ നോക്ക്, മീൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് റേച്ചാ, മീൻ ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞിട്ട് റേച്ചാ 2 4 റേച്ചാ എത്രണ്ണ പറഞ്ഞ? 8 എണ്ണ ഉള്ളല്ലേ? ഈ 8 എണ്ണത്തിന് എത്ര? अरे वो एक एक्स्ट्रा डालेगा बोला, बाद में वो बात करते करते भूल गया पेमेंट के साथ. എത്ര? 8 എണ്ണം. 8 എണ്ണം 250. അയ്യോ, അത് ഒട്ടും നഷ്ടമില്ല, ഒട്ടും നഷ്ടമില്ല, ലാഭമേ. 8 എണ്ണം 250 ആണോ? ആ, നല്ല ലാഭമാ. കാരണം ഇത്രയും വലിയൊരു ഫ്രഷ് എവിടെ കിട്ടും? ഇപ്പം മീൻ ഇല്ലെന്നും പറയുന്നു. അവരോട് ഇപ്പൊ പോന്ന വഴിക്ക് പറഞ്ഞ ഒരെണ്ണം തന്നില്ലെന്ന് പറ. പോന്ന വഴിക്ക് പറ ഒരെണ്ണം തന്നില്ലെന്ന് പറ. ആ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 3 പീസാക്കാം. ടീച്ചറേ പോയിട്ട് വെറുതെ കളയണ്ട. ഒരു നഷ്ടവും ഇല്ല ദൈവമേ. ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നെന്ന്. ഇല്ല, സംസാരിച്ച വഴിക്ക് അങ്ങ് മറന്നുപോയെന്ന്. നാലെണ്ണം ഉപ്പ് എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഒരു നഷ്ടവും ഇല്ല, നല്ല ലാഭമാണ്. റീച്ചാൻ അത് പറഞ്ഞത് മനസ്സിലായില്ല. നല്ലതാണോ ലാഭമാണോ അത്
പിന്നെ ഞാൻ പറഞ്ഞ് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നു. നല്ല പെട്ടപ്പെട്ടയ്ക്കുന്ന മീനായിരുന്നു, ടേസ്റ്റോ പറയുകയും വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്തുവാന്നേലും അങ്ങോട്ട് പോകുന്ന വഴിക്ക് റീച്ചൻ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തവിടെ സ്കൂളിൻ്റെ അവിടെ അവരിയ്ക്കുന്നത്. ഒന്ന് ചോദിയില്ല അവരുടെ അടുത്ത്, ഒരെണ്ണം തരാമെന്ന് പറഞ്ഞ ടെസ്റ്റാ തന്നില്ലെന്ന്, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാം എന്നിട്ട് താഴെ വിങ്ങിൻ്റെ അവിടോട്ട് വന്നാൽ മതി, പൊള്ളിനെ ഞാൻ വിടാമെന്ന് പറഞ്ഞു. അവർ 9 എണ്ണം തരാമെന്ന് പറഞ്ഞല്ലേ ഇരുന്നത്. അങ്ങനെ കാര്യം പറഞ്ഞ സമയത്ത് 8 എണ്ണേ തന്നുള്ളൂ. റീച്ച വീണ്ടും ഓഫീസിൽ പോകണേ ഞാൻ പറയും വെറുതെ ഒന്ന് ചോദിയില്ല അവരുടെ അടുത്ത്, 8 എണ്ണേ ഉള്ളായിരുന്നു പറയും. ചോദിച്ചെണ്ണേ അവർ ഒരെണ്ണം ഇപ്പം തന്ന് റീച്ച ഇപ്പം താഴെ കൊണ്ടു തന്ന്. നല്ല ഫ്രഷ് മീനാട്ടോ, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഇപ്പം മീനില്ല എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഇപ്പം റീച്ചാൻ കൊച്ചിനെ വിടാൻ പോയിട്ട് വന്നാൽ അവിടെ അവരിയ്ക്കുന്നു. അന്നേരം നോക്കിയാൽ ഞാൻ ചിന്തിച്ച് 500 രൂപയായിരിക്കുമെന്ന്. 4 എണ്ണം 250 ചിന്തിച്ച്. ഇനി നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഈ മീനിൻ്റെ പുറത്ത് കണ്ടോ ഇങ്ങനെ മഞ്ഞ കളറിൽ ലൈൻ, അങ്ങനെയുള്ള മീൻ എൻ്റെ അറിവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയുള്ള മീൻ നല്ല ടേസ്റ്റാണ്. ചിലതുണ്ട് ഇങ്ങനെ ഈ മഞ്ഞ കളറില്ലാത്ത, അത് ടേസ്റ്റ് ഇല്ലാത്ത പിന്നെ കാട്ടയിലയാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ്, നല്ല പെട്ടപ്പെട്ടയ്ക്കുന്ന മീനെന്ന് പറഞ്ഞാൽ ഇതാ. എനിക്ക് കണ്ടിട്ടങ്ങ് അതിശയമായിപ്പോയി. കാരണം ഇപ്പം മീനില്ലെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇത്രയും ഞാൻ ചിന്തിച്ചത്, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ, 4 എണ്ണം 250 ആയിരിക്കുമെന്നാണ്. അവരാദ്യം 300 കൊടുക്കാമെന്ന് പറഞ്ഞ്, പിന്നെ ഒരെണ്ണം കൂടി അന്നേരം വെച്ചാൽ പറയുന്നത് 250. അന്നേരം ഒരെണ്ണം കൂടി ഇട്ട് 250 കിട്ടി. ഒരു നഷ്ടമില്ലല്ലേ. നാട്ടിൽ ഞാൻ അന്ന് ഇത് വാങ്ങിച്ചിട്ട് അമ്മയടുത്ത് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു എൻ്റെ മക്കളെ ഇവിടെങ്ങും അങ്ങനെയൊന്നും ഇല്ല, മീൻകാരനെ കാണാൻ പോലും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ 250 ആയിരുന്നെങ്കിൽ ഒരു വാട്ടയും കൂടെ അങ്ങ് ഒരു നമ്മൾ വാട്ടയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട്ടം ഒന്നും കൂടെ വാങ്ങിക്കേണ്ടി തരും. പിന്നെ റീച്ചങ്ങ് എളുപ്പത്തിലങ്ങ് ഓഫീസിൽ പോയി. നന്നായിട്ട് തലയുടെ അവിടെ കളഞ്ഞിട്ട് ഒരു 3 പീസാക്കായിരുന്നു ഞാൻ. പക്ഷേ എന്തോ ഇതൊന്നും ആ വാലിൻ്റെ അവിടെ ഇച്ചിരി കണ്ടിച്ചിട്ട് വാലെടുത്ത് വറക്കാമെന്ന് വെച്ച്. ഇവിടെ ഈ ഇങ്ങനെയുള്ള മീനാണെങ്കിലും ഈ പ്രൈസൻ ഇത്തിരി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വറുത്ത ഉടനെ ആശാൻ കഴിച്ച്. എന്നിട്ട് ഞാൻ ഈ തല ആദ്യം ചിന്തിച്ചത് മീൻകറിക്കകത്ത് ഇടാമെന്നാണ്. പിന്നെ ചിന്തിച്ച് അതങ്ങ് വറുത്തെടുക്കാമെന്ന്. പിന്നെ ഞാൻ ഉണക്കമീൻ എടുത്തങ്ങ് വീണ്ടും വെച്ച്. ഇനി കുറച്ചുകൂടെ ഉള്ളു. അവൾ അന്ന് വെച്ചാൽ ഇവിടെ ഉണക്കമീൻ ഇങ്ങനെ ഈ പിള്ളേരൊന്നും കഴിക്കത്തില്ലല്ലേ. പിള്ളേരെന്ന് പറഞ്ഞാൽ പ്രൈസമോൻ ഇങ്ങനെ ഈ പീസ് മീനെ അവനങ്ങനെ കഴിക്കാറുള്ളൂ. കാരണം അവന് ഈ മുള്ള് പേടിച്ച്. അല്ലെങ്കിൽ തന്നെ ഉണക്കമീൻ പോളൊട്ടും തൊടത്തില്ല. അവർക്ക് ആ സ്മെല്ല് പോലും ഇഷ്ടമല്ല ഈ വറക്കുമ്പോൾ ഉള്ള. പിന്നെ ചോറ് കഴിക്കുകയാണെങ്കിൽ ഡാഡി കഴിക്കും, അല്ലാതെ വേറെ ആരും കഴിക്കത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം മത്തിയുമാണ്. അപ്പം ഞാൻ മീനെല്ലാം വെട്ടി അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ തലയെ തേക്കാനായിട്ടേ ഇന്നലെ ചിന്തിച്ച ഇന്ന് ഇച്ചിരി ഉള്ളിനീര് തലയെ തേക്കണമെന്ന്. അപ്പോൾ ഉണക്കമീനായിരുന്നെങ്കിൽ ഈ പച്ചമീനായതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും സമയം പോയത്. അതുകൊണ്ട് അതവിടെ വെട്ടി വെച്ചിട്ട് മീൻകറി സാവകാശം മതി. ഇവർക്ക് ഉച്ചയ്ക്കുള്ളതൊക്കെ അങ്ങ് റെഡിയാക്കി ചപ്പാത്തിക്ക് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് മീൻകറി അങ്ങ് വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതൊന്ന് ഉള്ളിനീര് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ ഒന്ന് പോയി തലയെ തേച്ചിട്ട് കുറച്ച് നേരം എൻ്റെ പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്കിന് അത്രയും നേരം തലയെ വയ്ക്കും. പിന്നെ തലയിലെല്ലാം വന്ന് അതെല്ലാം തേച്ച് അതിന് ശേഷമാണ് ഞാൻ പിന്നെ വന്ന് മീൻകറി വയ്ക്കാനായിട്ട് വന്നത്. പക്ഷേ ഇതങ്ങോട്ട് തലയിലോട്ട് തേച്ചിട്ട് ഇങ്ങനെ മുടി വാരിക്കെട്ടി അടുക്കളയിൽ നിന്നാൽ തലയ്ക്ക് നല്ലൊരു കൂളിങ് കിട്ടും. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കിന് എങ്ങനെയാണെങ്കിലും ഒരു 1.5 മണിക്കൂർ തലയിലിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഷാമ്പൂ ഒന്നും ഇടാറില്ല. ഞാൻ അങ്ങനെ അങ്ങ് തല കഴുകി എടുക്കത്തേ ഉള്ളൂ. ഒരു സ്മെല്ലും എനിക്ക് വന്നിട്ടില്ല. ഞാനങ്ങനെ മീൻ വെട്ടി വറക്കാനുള്ളതും വരഞ്ഞവിടെ വെച്ച് കറി വയ്ക്കാനുള്ളതും ഒരു പാത്രത്തിൽ വരഞ്ഞ് വെച്ചു. അപ്പോൾ പോള് വന്നൊരു സജഷൻ പറയുക എന്നോട്. അവന് കുറേയും കൂടെ കട്ട് ചെയ്ത് അകത്തോട്ട് കട്ട് ചെയ്തിട്ട് എന്തോടെ മസാല ഞെവിടി വെക്കണോ? നെവിടി വെക്കണം. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് ഇനി താഴെ വരെ ഞാൻ കട്ട് ചെയ്തില്ല. പക്ഷേ അകത്തോട്ട് ഡീപ്പായിട്ടാണ് കട്ട് പോയേക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് നമുക്ക് അകത്ത് വെക്കാം. അവനത് പോരാ, ഞവടി അകത്തോട്ട് മസാല കയറ്റി വെക്കാനാണ് എന്നോട് പറയുന്നത്. അവൻ്റെ ഞവടി അകത്തോട്ട് കട്ട് ചെയ്യണോ? അന്നേരം അങ്ങ് മുറിഞ്ഞു പോകും. ഒത്തിരി അകത്തോട്ടായിട്ടുണ്ട്. അതിനകത്ത് മസാല നല്ലതായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വാട്ടിച്ചിട്ടിട്ട്. അപ്പം ഇച്ചാത്തേക്ക് നല്ല ഷാർപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ വരയുന്നത്. അല്ലെങ്കിൽ എൻ്റെ കൈയൂടെ വരഞ്ഞു പോകും. പിന്നെ ഞാൻ നന്നായിട്ട് അവൻ പറ ഞാൻ മസാല പുരട്ടാന്ന്. ഞാൻ പറയും വേണ്ട, ഞാൻ പുരട്ടിക്കോളാന്ന്.
ഞാൻ ഇതിനകത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ചിലർ വെള്ളത്തിന് പകരം ഫുൾ വെളിച്ചെണ്ണയായിരിക്കും ചേർക്കുന്നത്. ഞാൻ അങ്ങനെ ഫുള്ള് വെളിച്ചെണ്ണ ചേർത്തില്ല. ഞാനത് മസാല പുരട്ടുന്നിടം വരെ അവിടെ നോക്കി നിൽക്കുമായിരുന്നു അവൻ. ഞാൻ പറഞ്ഞു, എടാ ഞാൻ ചെയ്തോളാടാ. എന്നിട്ട് ഞാനിതെല്ലാം കൂടെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി ഇവർ കഴിക്കാൻ നേരമാണ് വറുത്തത്. അപ്പം നല്ല ചൂടോടെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, കറി വെച്ചിട്ടും വറുത്തിട്ടും. പിന്നെ ഞാൻ ആ തലയ്ക്കകത്തൂടെ പുരട്ടിയ തലയുടെ കണ്ണിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് കുറച്ച് മസാല പുരട്ടി അത് ഞാൻ സെപ്പറേറ്റ് അങ്ങ് വറുത്ത്. എനിക്ക് ഈ തലയുണ്ടല്ലോ ഇങ്ങനെ വറുത്തിട്ടേ ചപ്പാത്തി കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം. ചോറിലെടുത്ത് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ചപ്പാത്തി കൂടെ ഈ തല നല്ല മുറായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ആ കുഴിയൻ ഇതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഡീപ് ഫ്രൈ ഇതായിട്ടാകുമ്പോൾ മുറായിരിക്കും. അത് ആ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതെല്ലാം എടുത്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോഴത്തേക്കിന് നന്നായിട്ട് മസാലയൊക്കെ അങ്ങ് നല്ലതായിട്ട് പിടിച്ച്. ഇത് മസാലയൊക്കെ പുരട്ടി വന്നപ്പോഴത്തേക്കിന് മീൻകറിക്കുള്ള അരപ്പ് തിളച്ച്. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ആ മീൻകറി ഇത്രയും ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ എല്ലാം കൂടെ കഴുകി ഈ വറക്കാനുള്ളതും തലയും പീസും എല്ലാം കൂടെ വെള്ളം വാലാനായിട്ട് കിഴുത്ത പാത്രത്തിൽ വെച്ചെന്ന്. അപ്പം ഞാനിങ്ങനെ നോക്കി ഉടനെ ഇത്രയും മീനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു. പക്ഷേ പീസ് കുറവായിരുന്നല്ലോ. ബാക്കിയുള്ള 4 ഞാനിങ്ങ് വറക്കാനെടുത്തില്ലേ, ഇത്രയും കറിക്ക് ഇത്രയും ഉള്ളായിരുന്നു. പക്ഷേ ഇത്തിരി ചാറ് കൂടുതലായിപ്പോയി ഇന്ന്. എന്തോ ചെയ്യാനാ, ചില സമയത്ത് ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റും. അപ്പം ഞാൻ ഉലുവാപ്പൊടി ഇടാൻ മറന്നുപോയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തത്. എന്നിട്ട് പിന്നെ പയർ ഞാനൊന്ന് കുക്കറി 2 വിസിലടിച്ചെടുത്തായിരുന്നു. ഞാൻ ചിന്തിച്ച് അത്രയും കുതിർത്ത് വെച്ചിട്ട് പെട്ടെന്ന് വേവുമായിരുന്നു. പക്ഷേ ഇത്തിരി വേവുള്ള പയറായിരുന്നു. ഞാൻ അരിച്ചെണ്ണ അതിന് നല്ല കല്ലും ഉണ്ടായിരുന്നു. ഞാനതാ ഈ ചുമന്ന പയർ എനിക്ക് വാങ്ങിക്കാൻ പേടിയാണ്. ഞാൻ ഇന്നാളെ ഇതുപോലെ വാങ്ങിച്ച് അരിക്കും തോറും ആ പയറിൻ്റെ തന്നെ കളറിലുള്ള തരി മണൽ പോലെ ഉണ്ട്. എനിക്ക് പേടി, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കുക. പക്ഷേ ഒരിടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്ലുമില്ലായിരുന്നു. ഇന്ന് പക്ഷേ അരിച്ചുടനെ ഒരെണ്ണം കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് വീണ്ടും വെപ്രാളം. വീണ്ടും ഞാൻ അരിച്ചു. അങ്ങനെ 1-2 കല്ലുണ്ടായിരുന്നു. എന്നിട്ട് കഴിക്കാൻ നേരം എനിക്ക് ഒരെണ്ണം കിട്ടി അതിൽ നിന്ന്. പിള്ളേർക്കെങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ എന്തോ ആയതിനായിരുന്നു. കിട്ടിയത് എനിക്കുമായിരുന്നു. ഞാൻ സവാളയൊക്കെ ഒന്ന് വഴറ്റി കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ഇച്ചിരി തേങ്ങയും വെളുത്തുള്ളിയും ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇച്ചിരി ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുത്തേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പയർ. ഞാൻ നാട്ടിൽ പോയ ആങ്ങളെ പാവം ഈ പയറുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരും എനിക്ക്. ഞാൻ പിന്നെ ഇവിടെ ഞങ്ങൾ ഈ സൺഡേ പ്രേയറിന് പോകുമ്പോഴേ അവിടെ നിന്ന് ആ കേരള സ്റ്റോറിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ ഒന്നും അടുത്തങ്ങനെ ഇല്ല. പിന്നെ ഇതിവിടെ കിടന്ന് ചെറിയ തീയിൽ അവിടെ കിടന്ന് വേവട്ടെ, കാരണം വേകാനുണ്ട്. അപ്പോഴത്തേക്കിന് അനു വന്ന് അപ്പം ഞാനിത് ചെറിയ തീയിലിട്ടിട്ട് പിന്നെ അന്നേരമാണ് ഞാൻ പോയി അവിടെ ഇരുന്ന് അമ്മയെ ഫോൺ ചെയ്യുന്നത്, എല്ലാവരെയും ഫോൺ ചെയ്യുന്നത്. പിന്നെ അവൾ പോകുന്നിടം വരെ ഞാൻ എല്ലാവരെയൊക്കെ വിളിച്ച് എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ ഇരിക്കും. തുണി മടക്കാനുണ്ടെങ്കിൽ തുണി മടക്കും, അങ്ങനെയൊക്കെയുള്ളത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി തൈരൂടൊന്ന് ഉടച്ച് വെച്ചായിരുന്നു. പിന്നെ മോരൂടങ്ങ് കറി വയ്ക്കണം. അപ്പോൾ അവൾ പോയതിന് ശേഷം പിന്നെ ഞാൻ കടുവൊക്കെ വറുത്തത്. മീൻകറി ഞാൻ പറഞ്ഞില്ല, അബദ്ധം പറ്റിപ്പോയി. ഇച്ചിരി ചാറ് കൂടുതലാണ്. ഇപ്പം സമയം 3 മണി കഴിഞ്ഞ്. ഞാൻ രാവിലെ ഉള്ളിനീര് തേച്ചില്ലായിരുന്നു, പോയി കുളിച്ച് ഇനിയും വല്ലതും കഴിക്കട്ടെ. വിശപ്പില്ലായിരുന്നു. ഇച്ചിരി ഇനിയും ഒന്നും കഴിക്കട്ടെ. പയറുതോരൻ, മോര്, മീൻകറിയുണ്ട്, മീൻ തല വറുത്തത്. മോരുകറി വേണ്ട, ഇച്ചിരി മീൻചാറും. കഷ്ണം എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. കഷ്ണം പറയുന്ന ഞാനിപ്പം വരുന്നില്ല, ഞാൻ ഈ ചട്ടി കിടക്കട്ടെന്നാ. അങ്ങോട്ട് എത്ര കിടന്ന് കുത്തിയെടുത്തിട്ട് അങ്ങോട്ട് വരും. പിന്നെ ഇതൊക്കെ ഞാൻ വിടുവോ? ഭയങ്കര വേവുള്ള പയർ. ഞാനങ്ങനെ മോരെടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, മീൻചാറും ഒഴിച്ച്. ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ്? ഞാൻ 2 തലയും എടുത്തിട്ടുണ്ടേ. അപ്പം പിന്നെ അത് ഉച്ചക്കത്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് സാവകാശം മീനൊക്കെ എടുത്ത് വറുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്തേരെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ
ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.